ഇടക്കാല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാൻ വിജയിച്ചത് ഇറാൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. തീവ്ര പാരമ്പര്യവാദിയായിരുന്ന ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാനിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുമായി ഏറെ അടുപ്പമുള്ള നേതാവ് കൂടിയായിരുന്നു ഇബ്രാഹിം റൈസി. എന്നാൽ പുരോഗമനവാദിയായ മസൂദ് അധികാരത്തിലെത്തുന്നത് ഇറാൻ പിന്തുടരുന്ന പാരമ്പര്യ നിലപാടുകളെ ഏതു നിലയിൽ സ്വാധീനിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ആദ്യ റൗണ്ട് പോളിംഗിൽ നിശ്ചിത ശതമാനം വോട്ടുകൾ ആർക്കും നേടാൻ കഴിയാതെ വന്നതോടെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ഇറാനിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത്. 30 ദശലക്ഷം വോട്ടുകളിൽ പെസഷ്കിയാൻ 16 ദശലക്ഷത്തിലധികം വോട്ടുകളാണ് നേടിയത്. മസൂദിനെ കൂടാതെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫ്, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സയ്യിദ് ജലീലി, സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുസ്തഫ പൗർ മുഹമ്മദി എന്നിവരായിരുന്നു മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. നേരത്തെ 6 പേർ മത്സര രംഗത്ത് ഉണ്ടായിരുന്നുവെങ്കിലും 2 പേർ പിന്മാറിയിരുന്നു. ടെഹ്റാൻ മേയർ അലിറേസ സക്കാനി, സർക്കാർ ഉദ്യോഗസ്ഥൻ അമീർ ഹുസൈൻ ഗാസിസാദെ ഹഷേമി എന്നിവരാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് മത്സര രംഗത്ത് നിന്ന് പിന്മാറിയത്. നേരത്തെ പ്രമുഖരായ പലരും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരല്ലെന്ന് ഗാർഡിയൻ കൗൺസിൽ കണ്ടെത്തിയിരുന്നു. മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ്, 3 തവണ പാർലമെന്റ് സ്പീക്കറായിരുന്ന അലി ലാരിജാനി, മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ ആദ്യ വൈസ് പ്രസിഡന്റായിരുന്ന ഇഷാഖ് ജഹാംഗീരി, പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ വിശ്വസ്തനായ വഹീദ് ഹഖാനിയൻ, റോഡ് നഗരവികസന മന്ത്രി മെഹർദാദ് ബസർപാഷും തുടങ്ങിയവരുമൊക്കെ സ്ഥാനാർത്ഥികളാകാൻ യോഗ്യരല്ല എന്ന് കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഇവരുടെ സ്ഥാനാർത്ഥിത്വം നിരസിക്കപ്പെട്ടതെന്ന് ഗാർഡിയൻ കൗൺസിൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഗാർഡിയൻ കൗൺസിൽ ഇറാന്റെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പരിശോധന സംവിധാനമാണ്. 12 അംഗങ്ങളാണ് ഗാർഡിയൻ കൗൺസിലുള്ളത്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി നേരിട്ട് നിയമിക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മികവ് പുലർത്തുന്ന 6 പുരോഹിതന്മാരും ഖൊമേനി തന്നെ നിയമിച്ച ജുഡീഷ്യറി മേധാവി തെരഞ്ഞെടുക്കുന്ന 6 നിയമവിദഗ്ധരും ഉൾപ്പെടുന്നതാണ് ഗാർഡിയൻ പാനൽ. യാഥാസ്ഥിതിക വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഈ പാനൽ മത്സരിക്കാൻ അവസരം കൊടുക്കാറ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനൊരുങ്ങിയ 80 സ്ഥാനാർത്ഥികളിൽ 6 പേർക്ക് മാത്രമായിരുന്നു മത്സരത്തിന് അനുമതി ലഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഗാർഡിയൻ കൗൺസിൽ അംഗീകരിച്ച ഏക പരിഷ്കരണവാദിയായിരുന്നു മസൂദ് പെസഷ്കിയാൻ. ഈ ഒരു പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നതാണ് മസൂദിന്റെ പ്രസിഡന്റ് പദവിയെ സവിശേഷമാക്കുന്നത്. ഗാസ യുദ്ധത്തെ ചൊല്ലിയുള്ള പ്രാദേശിക സംഘർഷങ്ങൾ, ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള തർക്കം, ഇറാന്റെ ഉപരോധം ബാധിച്ച സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആഭ്യന്തര അതൃപ്തി എന്നിവയെല്ലാത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു ഇറാനിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. തീവ്ര യാഥാസ്ഥിതിക ക്യാമ്പുകളുടെയും മിതവാദികളുടെയും പിന്തുണയാണ് മസൂദിന് തുണയായതെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇറാൻ രാഷ്ട്രീയത്തിൽ തീവ്ര യാഥാസ്ഥിതികവാദികൾക്കുള്ള മേൽക്കൈ കൂടിയാണ് പരിഷ്കരണ നിലപാടുകളുടെ പേരിൽ ഇതുവരെ അത്രയേറെ അറിയപ്പെടാതെ പോയ പെസഷ്കിയാൻ തകർത്തിരിക്കുന്നത്. പരിഷ്കരണവാദിയായ മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് ഖതാമിയുടെയും മിതവാദിയായ ഹസൻ റുഹാനിയുടെയും അംഗീകാരത്തോടെ ഇറാനിലെ പ്രധാന പരിഷ്കരണവാദ സഖ്യം പെസഷ്കിയാനെ പിന്തുണച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പെസഷ്കിയാന്റെ പ്രധാന എതിരാളിയായ സയ്യിദ് ജലീലി വിട്ടുവീഴ്ചയില്ലാത്ത പാശ്ചാത്യ വിരുദ്ധ നിലപാടുകളുടെ പേരിൽ പ്രസിദ്ധനാണ്. നേരത്തെ ഇറാന്റെ ആണവ വിലപേശലുകളിൽ നേരത്തെ പങ്കാളിയായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ജലീലി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി നടന്ന ടെലിവിഷൻ സംവാദത്തിൽ പ്രധാന എതിരാളികൾ 2 ടെലിവിഷൻ സംവാദങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇറാന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളും ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളുമാണ് ഈ സംവാദത്തിലെല്ലാം പ്രധാന ചർച്ചയായത്. 2022 മഹ്സ അമിനിയുടെ കസ്റ്റഡി മരണത്തിനു ശേഷം സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമാക്കുന്ന പോലീസ് പട്രോളിങ്ങിനെ പൂർണ്ണമായും എതിർക്കുന്ന പരസ്യമായ നിലപാട് പെസഷ്കിയാനും സ്വീകരിച്ചിരുന്നു. ദീർഘകാലമായി നിലനിൽക്കുന്ന ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമെന്നും പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. അമിനിയുടെ മരണം മാസങ്ങളോളം ഇറാനിൽ രക്തരൂക്ഷിതമായ പ്രക്ഷോഭങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഇറാനെ അതിന്റെ ഒറ്റപ്പെടലിൽ നിന്ന് കരകയറ്റാനും ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളുമായി സൃഷ്ടിപരമായ ബന്ധങ്ങൾ വേണ്ടതുണ്ടെന്നും
പെസഷ്കിയാൻ അഭിപ്രായപ്പെട്ടിരുന്നു. 69-കാരനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ പെസഷ്കിയാൻ വളരെ സൂക്ഷ്മമായി ഇറാന്റെ രാഷ്ട്രീയ സാമൂഹിക സമവാക്യങ്ങളെ തുന്നിച്ചേർത്തുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്.